കേരള കണ്യാർകളി ആർട്സ് ആൻഡ് പ്രൊമോഷൻ കൗൺസിലിന്റെ 30ാം വാർഷിക കണ്യാർകളി സംഗമം ദേശപ്പെരുമ എന്ന പേരിൽ മെയ് 15, 16 തീയതികളിൽ ആലത്തൂർ കാട്ടുശ്ശേരിയിൽ നടത്തും. സംഗമത്തിൽ 30 ദേശങ്ങളിൽ നിന്നായി 30-ലധികം പൊറോട്ടുകൾ 2 രാത്രികളിലായി അവതരിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആദ്യമായി തന്നെ നമ്മളിപ്പോൾ ഈ കണ്യാർകളിയുടെ മേള നടത്തുമ്പോൾ അതൊരു കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടെ വരുന്നുണ്ട്. ആദ്യമായിട്ട് നിങ്ങളെ റിപ്പോർട്ടേഴ്സിന് വളരെ നന്ദി പറയുകയാണ്, ഹൃദയം നിറഞ്ഞ നന്ദി. കാരണം ഇത്രയും വർഷങ്ങളിലുള്ള മീറ്റിങ്ങിലെല്ലാം തന്നെ വളരെ നല്ല കവറേജാണ് നമ്മുടെ പ്രസ് കുടുംബത്തിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതിനാദ്യമായിട്ട് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതേമാതിരി തന്നെ ഈ വർഷവും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. 15-ാം തീയതി രാവിലെയാണ് നമ്മുടെ പതാക ഉയർത്തൽ. രാവിലെ 9 മണിക്ക് കളിപ്പന്തൽ റെഡി ആയിട്ടുണ്ട്. ആ കളിപ്പന്തലിന്റെ മുമ്പിൽ നമ്മുടെ പതാക ഉയർത്തും. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി അന്ന് വൈകുന്നേരം 4:30 മണിക്ക് നമ്മുടെ സമ്മേളനം തുടങ്ങും. ഒരു മണിക്കൂറോളം നമ്മുടെ സമ്മേളനം ഉണ്ടാവും. അതിന്റെ ഉദ്ഘാടന സമ്മേളനം. ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളിൽ അവതരിപ്പിച്ചു വരുന്ന പാരമ്പര്യ കലാരൂപമാണ് കണ്യാർകളി. പ്രത്യേക രാഗതാളങ്ങൾ കലർന്ന പാട്ടിന്റെ താളത്തിനനുസരിച്ച് ചടുലമായ ചുവടുകൾ വയ്ക്കുന്നതാണ് കണ്യാർകളി. മലയൻ, ചക്കിലിയൻ, ചെറുമി, കുറവൻ, കുറത്തി തുടങ്ങിയ പൊറാട്ടുകളും ഒറ്റ പൊറാട്ടുകളും കണ്യാർകളിയുടെ പ്രത്യേകതയാണ്. പെൺവേഷങ്ങൾ കെട്ടി ആണുങ്ങൾ തന്നെ കളി അവതരിപ്പിക്കും. ലിഖിതമായ ചരിത്രം ലഭ്യമല്ലെങ്കിലും മൂപ്പിൽ നായരുടെ കാലം തൊട്ട കണ്യാർകളിയുടെ ചരിത്രം വാമൊഴിയായി പകർന്നു കിട്ടിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. ചെയർമാൻ CA നായർ, ജനറൽ കൺവീനർ ശശികുമാർ, ട്രഷറർ സേതുമാധവൻ, ഗുരുവായൂരപ്പൻ, ശ്രീരാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.